വചനാണ്. അവർ കീർത്തനങ്ങൾ പാടി കർത്താവിനെ സ്തുതിച്ചു. അവര് കീർത്തനം പാടി കർത്താവിനെ ആരാധിച്ചത് ചങ്ങല പൊട്ടാനല്ല, ബന്ധനമഴിയാനല്ല, ഈ കാരാഗ്രഹത്തിന്റെ കൊടിയ സഹനത്തിൽ നിന്ന് പുറത്തു വരാനല്ല. അതവരെല്ലാ ദിവസവും ചെയ്തിരുന്ന കാര്യം. 119 സങ്കീർത്തനം 62 വിശുദ്ധ വചനം പറയും, രാത്രിയുടെ യാമങ്ങളിൽ അർദ്ധരാത്രി ഞാൻ എഴുന്നേറ്റ് ഞാൻ എന്റെ കർത്താവിനെ പാടി സ്തുതിക്കും. ഈ സങ്കീർത്തന വചനം അക്ഷരികമായി ഇവരനുസരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പാടി പാടി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഫിലിപ്പി കാരാഗ്രഹത്തിൽ ഇത് തന്നെ അവർ ചെയ്തു. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 രാത്രിയുടെ യാമങ്ങളിൽ നീ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക, കർത്താവിന്റെ മുൻപിൽ നീ ഉറക്കെ നിലവിളിക്കുക, കർത്താവിന്റെ നാമത്തെ ഉച്ചത്തിൽ പ്രകീർത്തിക്കുക. സഹോദരങ്ങളെ, ഈ വചനം ലിറ്ററലി ഇവര് കൃപയാശി തങ്ങൾക്ക് അനുഭവിച്ച കൊടിയ സഹനത്തിന്റെ നടുവിൽ എല്ലാം മറന്ന് കർത്താവിനെ പാടി ആരാധിച്ചു. നമ്മൾ പാടുന്നില്ലേ, അപ്പോസ്തലരാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്ന് ചേർന്ന് പാടിക്കുക എല്ലാവരും. അപ്പോസ്തലരാത്രികാലെ ആരാധിച്ചപ്പോൾ ആമേൻ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അത്ര ശക്തമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഇവരെങ്ങനെ പാടി ആരാധിക്കുമ്പോൾ എന്തുണ്ടായ അപ്പോസ്തല പ്രവർത്തനം 16:26 ആ ഫിലിപ്പി കാരാഗ്രഹത്തിനുള്ള ഉള്ളറയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. യെസ്, പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ കാരാഗ്രഹത്തിനുള്ളറയിലേക്ക് ഇറങ്ങി. അതിന്റെ പ്രകടമായ അടയാളമായി എന്തുണ്ടായി? അവിടെ ഭൂകമ്പം ഉണ്ടായി എന്നാ പറയാം. ഫിലിപ്പി കാരാഗ്രഹത്തിന് ഭൂകമ്പം ഉണ്ടായി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രൂപത്തിലും കർത്താവിന് വരുവാൻ പറ്റും. ഭൂകമ്പത്തിന്റെ രൂപത്തിൽ, ചില രോഗപീഠയുടെ രൂപത്തിൽ, ചില അപകടങ്ങളുടെ രൂപത്തിൽ, പരാജയങ്ങളുടെ രൂപത്തിൽ, ചില തകർച്ചകളുടെ രൂപത്തിലൊക്കെ കർത്താവിന് നമ്മുടെ ജീവിതങ്ങളെ സന്ദർശിക്കാൻ പറ്റും. നമ്മുടെ നാശത്തിനല്ല, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി, കർത്താവിന്റെ വചനത്തിന്റെ ശക്തി അനുഭവിച്ച് ഈ വചനത്തിൽ ജീവിക്കുവാൻ വേണ്ടി ചില തകർച്ചകളുടെ രൂപത്തിൽ സഹോദര നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വരും. ചില അപകടങ്ങളുടെ രൂപത്തിൽ, ചില പരാജയങ്ങളുടെ രൂപത്തിൽ നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് വരും. അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാനല്ല, നിന്റെ കുടുംബം കർത്താവിനെ അനുഭവിക്കുവാൻ, കർത്താവിന്റെ രക്ഷയിൽ വളരുവാൻ ചില തകർച്ചകള് അനുഗ്രഹങ്ങളാക്കി കർത്താവ് മാറ്റും. അതുകൊണ്ട് ഇന്ന് നമുക്കുണ്ടാകുന്ന ഈ സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും പരാജയങ്ങളിലും കഷ്ടതകളിലും നമ്മൾ അസ്വസ്ഥരാകരുത്, നിരാശിതരാകരുത്. ഇതെല്ലാം കൃപകളാക്കി മാറ്റുന്ന കർത്താവാണ് നമ്മോടൊപ്പം. അവിടെ ആ ഭൂമി കുലുക്കുണ്ടായി. അച്ഛനം പറയാണ്, കാരാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങി. എന്നിട്ട് നിങ്ങള് അടിത്തറ കുലുങ്ങപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, അതിന്റെ ഫൗണ്ടേഷൻ ഇളകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:31 പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അത് ഷെയ്ക്ക് ചെയ്യപ്പെടും. അവര് സ്ഥലം കുലുങ്ങാനല്ല പ്രാർത്ഥിച്ചത്, സ്ഥലം കുലുങ്ങാനാണ് പ്രാർത്ഥിച്ചല്ല. അവര് പ്രാർത്ഥിച്ചത് ധൈര്യത്തിന് വേണ്ടിയാ. പക്ഷെ കർത്താവിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ അവിടെ വലിയ കുലുക്കുണ്ടാവുക. എന്താണ് അതിനർത്ഥം? നിങ്ങൾ പേടിക്കണം. ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഈ സഹനങ്ങളിൽ ഞാൻ കൂടെയുണ്ട്, ഈ ദുരിതങ്ങളിൽ ഞാൻ കൂടെയുണ്ട്. കർത്താവ് ഉറപ്പ് തരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ എംപവർ ചെയ്യുക, നമ്മളെ ശക്തിപ്പെടുത്തുക. സഹോദരൻ, കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു. യെശയ്യാ 22:22 കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. തന്റെ ദാസന്മാർക്ക് വേണ്ടി, തന്റെ പ്രവാചകർക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുവാൻ ഇന്നും കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ! ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്ന കർത്താവ്. ആ കരങ്ങളെ സഹോദരങ്ങളെ കുറുകിപ്പോയിട്ടില്ല. കർത്താവിന്റെ കരങ്ങൾ ഇന്നും മൈറ്റി ഹാൻഡ്സ് ആണ്. അത് ശക്തമായ കരങ്ങളാണ്. ആ കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു.
ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു വീണു. തടവുകാരെല്ലാം സ്വതന്ത്രമാക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവുകയാണ്. സ്പിരിറ്റിന്റെ ഒരു മൂവ്. ഈ കൊടിയ സകലത്തിന്റെ മധ്യേ പരിശുദ്ധാത്മ പരിവർത്തിക്കണം, ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാവും. എന്റെ സഹോദരങ്ങളെ, ഈ ജയിലുവാടൻ കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ കാരാഗ്രഹ വാതിൽ കൊണ്ടുവന്നു. തടവുകാരൻ രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ഒരു ജാതിയൻ, അക്രൈസ്തവനാണ്, കർത്താവിനെ കണ്ടുമുട്ടില്ല. എന്റെ സഹോദരങ്ങളെ, ഈ തടവുകാർ രക്ഷപ്പെട്ടാൽ അധികാരികൾ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അധികാരികൾ തന്നെ കൊല്ലുന്നതിനേക്ക് മുമ്പ് തനിക്ക് അങ്ങ് മരിച്ചു കളയാന്ന് പറഞ്ഞു അവൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. അവൻ ഒരു കടാരയെടുത്ത് അവൻ ഇതാ തന്നെ തന്നെ കുത്തിക്കൊല്ലാനായിട്ട് അവൻ ആ കടാര തന്റെ ഉദരത്തിൽ കുത്തുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പൗലോസ്ലീഹ പറയും, സഹോദരാ, ഈ സാഹസം കാണിക്കുന്ന ഞങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കും.